ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹൗ ആർ യു ഗൈസ്? എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് രേഖാചിത്രത്തിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രേഖാചിത്രം ഡയറക്റ്റഡ് ബൈ ജോഫിൻ ടി ചാക്കോ, സ്ക്രീൻ പ്ലേ ബൈ ജോൺ മന്ത്രിക്കൽ ആൻഡ് രാമു സുനിൽ, പിന്നെ സ്റ്റാറിംഗ് ആസിഫിക്ക, അനശ്വര രാജൻ, മനോജ് കെ ജയൻ എന്ന് പറയേണ്ട നല്ലൊരു അടിപൊളി കാസ്റ്റ് ഈ സിനിമയ്ക്കുണ്ട്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയാണ് ഇത്. ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിക്ക് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സിനിമയ്ക്ക് നല്ലൊരു ഡയറക്ഷനും സ്ക്രിപ്റ്റും ഉണ്ട്. ജോഫിൻ ടി ചാക്കോ ആണ് സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. നല്ല രീതിക്ക് തന്നെ ഡയറക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരൻ. സ്ക്രിപ്റ്റും നല്ല നൈസാണ്. നല്ല രീതിക്ക് തന്നെ കഥ പോകുന്നുണ്ട്. മലയാള സിനിമയിൽ ഇപ്പം വൺ ഓഫ് ദ പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടറാണ് ആസിഫിക്ക. ആസിഫിക്ക ഇതിൽ ആസ് യൂഷ്വൽ ഈ റീസെന്റ് ഹിറ്റ് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആസിഫിക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ കൊള്ളാം കേട്ടോ. നല്ല സ്ക്രിപ്റ്റുകളാണ് പുള്ളിക്കാരി ഇപ്പം സെലക്ട് ചെയ്യുന്നത്. ഇതിലും ആക്ടിങ് നല്ല രീതിക്ക് തന്നെ പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്. നാച്ചുറൽ അല്ലെങ്കിൽ ഒരു റിയാലിസ്റ്റിക് ടൈപ്പ് ആക്ടിംഗ് ആണ് പുള്ളിക്കാരൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ആസിഫിക്കയ്ക്ക് ഈ പോലീസ് ക്യാരക്ടേഴ്സ് ഒക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഇതേപോലത്തെ ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളൊക്കെ പുള്ളിക്കാര് നല്ല കിടിലായിട്ട് ചെയ്യുന്നുണ്ട്. അനശ്വര രാജൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെറിൻ എന്ന് പറയുന്ന ആക്ട്രസ് ആ പുള്ളിക്കാരുടെ ക്യാരക്ടർ സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മേഘ തോമസ്, നമ്മൾ വെബ് സീരീസിലൊക്കെ കണ്ടിട്ടുള്ള ഉണ്ണി ലാലു ആ ചേട്ടനുണ്ട് ഇതില്. മിക്ക ക്യാരക്ടേഴ്സും നല്ല രീതിക്ക് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. മൂവിയിലെ മെയിൻ വില്ലൻ ക്യാരക്ടർ എന്ന് പറയുന്നത് മനോജ് കെ ജയനാണ്. പുള്ളിക്കാരന് വലിയ ഡയലോഗ് ഒന്നുള്ള ക്യാരക്ടർ അല്ല, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ കാതോട് കാതോരം സിനിമയില്ലേ മമ്മൂക്കയുടെ, അപ്പം ആ സിനിമ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്ന ഒരു, അതായത് ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ പരിസരത്ത് നടക്കുന്ന ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ഈ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ 1980 സംതിങ് ആയിരിക്കും എന്ന് വിചാരിക്കും. ക്രൈം നടക്കുന്നത് പഴയതാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് റീസെന്റ് ടൈംസിലാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അപ്പം വളരെ നല്ല രീതിക്ക് തന്നെ ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു ക്രൈം കണ്ടുപിടിക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നത്. അതാണ് അതും പഴയ ക്രൈമുകളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തുമാത്രം എവിഡൻസസ് ഒക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. എത്രയോ വർഷം മുമ്പുള്ള ഫയൽസ് ഒക്കെ നോക്കണം. സമ്മതിക്കണം. ആസിഫിക്ക് ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയിൽ മമ്മൂക്കയുടെ വലിയൊരു പ്രസൻസ് തന്നെ ഉണ്ട്. അത് ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല. അത് തന്നെയാണ് ഞാനും പറയുന്നത്. മമ്മൂക്ക ഉണ്ടെന്നും പറയുന്നില്ല, ഇല്ലെന്നും പറയുന്നില്ല. മമ്മൂക്കയുടെ ഒരു വലിയ പ്രസൻസ് ഈ സിനിമയ്ക്കുണ്ട്. പിന്നീട് ആസിഫിക്കൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി ചേട്ടൻ എന്നും പറഞ്ഞ്. ആ ടാഗ് എന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അത് സിനിമ കണ്ടവർക്ക് കത്തും. ഇനി കാണാൻ പോകുന്നവര് എന്താണെന്ന് നോക്കിയോ. പിന്നീട് ആ ക്രൈമിന്റെ സംഭവം കാണിക്കാൻ വേണ്ടിട്ട് ആ പഴയ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ കൊണ്ടുപോകുന്ന നൈസാണ് കേട്ടോ. നമുക്ക് ആ ഒരു ഒറിജിനൽ പഴയ 80s കാലഘട്ടത്തിലെ ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയ ഒരു ഫീൽ ആയിരുന്നു. റിയൽ സിനിമ സെറ്റിന്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട് അത് കാണുമ്പോൾ. അപ്പം അതൊക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് കൊണ്ടുവന്നേക്കെ നല്ല രസമുണ്ട്. ഇതേപോലെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിനൊക്കെ പറ്റി അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട്സ് ഇതിലുണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിലുണ്ട്. പിന്നീട് ആ പഴയ കാലഘട്ടമൊക്കെ കറക്റ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പിറകെ അവർക്ക് ഇത് ആർട്ട് വർക്ക്, ആ കോസ്റ്റ്യൂംസ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തവർക്കൊക്കെ വലിയൊരു ഷൗട്ട് ഔട്ട്. ആ ഒരു പഴയ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് കാണുമ്പോൾ. പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ ഈ റീസെന്റ് ചെയ്യുന്നത് പോലെ കാണിക്കാൻ വേണ്ടി കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അതായത് എത്ര പേര് ശ്രദ്ധിച്ചെന്ന് അറിഞ്ഞൂടാ, ഞാൻ കണ്ടായിരുന്നു. അതായത് പുതിയ സിനിമകളുടെ പോസ്റ്റേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അത് വലിയ സംഭവമൊന്നും അല്ല, എന്നാലും നോട്ടീസബിൾ ആണ്. ടെർബോ സിനിമയുടേതും പിന്നെ മന്ദാകിനി അതിന്റെയൊക്കെ അത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഹിഡൻ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. പിന്നീട് വേറൊരു സംഭവം കേട്ടോ, ഞാൻ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ട്രെയിലർ ഒന്നും കണ്ടില്ല കേട്ടോ. ട്രെയിലർ ഒന്നും കാണാതെയാണ് സിനിമ കാണാനും പോയത്. പിന്നീട് ഇതില് ഒരു സംഭവം കാണിക്കുന്നുണ്ട്. ഒരു നമ്മുടെ ഷസാം അണ്ണനില്ലേ, കളമി ഷസാം ബ്രോ ഇത്രയും കാണാൻ കേട്ടോ. ഇത്ര കാണിച്ചിട്ടുള്ള സംഭവം കണ്ട് അതൊക്കെ സംഭവം കൊള്ളാം. പിന്നീട് നമുക്ക് എപ്പോഴും എല്ലാ സിനിമയിലും കാണുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇങ്ങനെ, അതായത് പറ്റിക്കണ ഒരു പരിപാടി കൊണ്ടല്ല, കൂടെ നിന്നിട്ട് പറ്റിക്കണ പരിപാടി, അങ്ങനത്തെ സംഭവം ഒന്നും ഇതിലില്ല കേട്ടോ. അങ്ങനത്തെ വെറുപ്പീരൊന്നും ഇതിലില്ല. നമ്മൾ വിചാരിക്കും ഇന്ന ക്യാരക്ടേഴ്സ് ഇനി ഒറ്റി കൊടുക്കുവോ എന്നൊക്കെ നമുക്ക് ആ ഒരു ഫീല് വരും. പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നമ്മൾ സ്ഥിരം കണ്ടുവരണ അങ്ങനത്തെ ഈ ചതി സംഭവ പരിപാടികളൊന്നുമില്ല. പിന്നീട് വില്ലന്റെ ആയിട്ടുള്ള പവർ കാണിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു ഫീൽ വരും. അതായത് ഇത് ഒറിജിനൽ കഥയാണോ, ഒറിജിനലായിട്ട് നടന്ന ഇൻസിഡന്റ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇതൊരു ജസ്റ്റ് ഒരു ഫിക്ഷണൽ സ്റ്റോറിയാണ്, പക്ഷെ നമുക്ക് തോന്നിപ്പോകും
ഈ സിനിമയുടെ ഷൂട്ടിംഗ് ടൈമിൽ ഇങ്ങനത്തെ ഒരു ക്രൈം ഉണ്ടായോ, ഇത് റിയൽ ആണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു ഫീല് നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ തോന്നും. പിന്നീട് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു സീനുണ്ട്, അത് ഞാൻ എന്താണെന്നും പറയില്ല, സ്പോയിലർ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. AI വെച്ചൊരു പരിപാടി ഉണ്ട് മോനെ. ഇങ്ങനെ വേണം AI ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലായി? ഓരോ ക്യാരക്ടേഴ്സ് കൊണ്ടുവരാൻ പ്രോപ്പർ ആയിട്ട് AI എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടവർക്ക് കത്തും. പിന്നെ ഓവറോൾ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പോകാൻ കൊള്ളാം. അപ്പൊ ഇതാണ് സിനിമയെ പറ്റിയിട്ടുള്ള എന്റെ ഒരു ഒപ്പീനിയൻ. കണ്ടവരുണ്ടെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യാം. അപ്പം കാണാൻ പോകുന്നവരും കണ്ടിട്ട് വന്ന് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എന്നെ വിളിയാറ്റിക്കുക. സൈനിങ് ഔട്ട്. മറ്റൊരു പുതിയ കാണാം. ബൈ.